നമസ്കാരം. ഞാൻ സാൽ ഇന്ത്യ റാങ്ക് 5 വാങ്ങിച്ച മുഹമ്മദ് നഫീസിൻ്റെ ഫാദറാണ്. അപ്പം നമ്മൾ മോന് ഒരു തേർഡ് ഇയർ തൊട്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻ ആയിരുന്നു. പക്ഷേ സിൻസിയറായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയത് കഴിഞ്ഞ ഒരു 8 മാസത്തിന് അകത്താണ് തുടങ്ങിയത്. പിന്നെ ഇത് നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ ഈ എം സിഗ്മ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് അതിൻ്റെ ഗൈഡൻസിലാണ് പ്രിപ്പറേഷൻ മൊത്തവും ഉണ്ടായിരുന്നത്. അപ്പം എം സിഗ്മയുടെ നമ്മൾ തുടങ്ങിയ സമയത്ത് നല്ല അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പൊതുവേ ഇപ്പം മോനെ ആൾ ഇന്ത്യ റാങ്ക് 5 വാങ്ങിച്ചെന്ന് അറിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചത്, മോൻ എവിടെയെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എവിടെയെങ്കിലും കോച്ചിങ് പോയാൽ, ഇല്ലെങ്കിൽ ഹൈദരാബാദ് പോയി എന്തെങ്കിലും പഠിച്ചാൽ, ഇല്ലെങ്കിൽ ചെന്നൈയിൽ എവിടെയെങ്കിലും പോയി പഠിച്ചാൽ, ഇങ്ങനെയൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവന് അവിടെ അങ്ങനെ ഒരിടത്തും പോയി ട്രെയിനിങ്ങിനോ ഇല്ലെങ്കിൽ കോച്ചിങ്ങിനോ ഒന്നും പോയിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ എം സിഗ്മയിൽ തന്നെയാണ്, അവരുടെ മെറ്റീരിയൽസ് വെച്ച് തന്നെയാണ് അവന് എല്ലാം പഠിച്ചത്. പക്ഷേ പൊതുവേ ഇതേപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പൊതുവേ നമ്മൾ എല്ലാവരും നോക്കേണ്ടത്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഭാഗം ഇരുന്നാലും നമ്മളൊരു സിൻസിയർ പ്രിപ്പറേഷൻ ഉണ്ടാകണം. ഈ സിൻസിയർ പ്രിപ്പറേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഒരുപാട് ഡൗട്ട്സുകൾ വരുമ്പോൾ നമ്മൾ അതിനെ ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഏത് സമയത്തും നമുക്ക് വന്നിട്ട് ഒരു മെൻറ്റർ വേണം, ഇല്ലെങ്കിൽ നല്ല ഒരു ഫാക്കൽറ്റി വേണം. അത് എം സിഗ്മയിലും ഉണ്ടായിരുന്നു. അപ്പം അത് മോനിക്ക് നല്ല ഒരു ബേസിക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഏത് സമയത്ത് വേണമെങ്കിലും അവിടെ അപ്രോച്ച് ചെയ്യാം. ഈ ത്രൂ ഔട്ട് ദി 8 മന്ത്സ് അവനക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാം. ഡൗട്ടുകളൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും ക്ലിയർ ചെയ്യാം. ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ ഒരു അഡ്വാൻറ്റേജ് കൊണ്ടായിരിക്കും അവന് ഈ AR5 റാങ്ക് വാങ്ങിക്കാൻ പറ്റിയത്. പൊതുവേ ഞാൻ പിള്ളേരുടെ അടുത്ത് എല്ലായിടത്തും പറയണത്, നിങ്ങൾ ഇതേപോലെ എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, അതായത് നിങ്ങൾ ത്രൂ ഔട്ട് ടിൽ ദി ഡേ ഓഫ് എക്സാം നിങ്ങളെ ഡൗട്ടുകൾ ക്ലാരിഫിക്കേഷൻ ചെയ്ത് തരാൻ വേണ്ടിയുള്ള മെൻറ്റേഴ്സ്, ഫാക്കൽറ്റീസ് എപ്പോഴും ഉണ്ടാവണം. എന്നാലേ നിങ്ങൾക്കത് ആ എക്സാമിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പം എപ്പോഴും അതേപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ചൂസ് ചെയ്യണം. അതേപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളെല്ലാ എഫേർട്ടും നിങ്ങൾ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ടുകളും കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി എപ്പോഴും അതിൻ്റെ മെൻറ്റർ കൂടെ ഉണ്ടാവണം. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ മോൻ്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് പിന്നെ എം സിഗ്മയുടെ ഒരു സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ AR റാങ്ക് 5 വാങ്ങിച്ചത്. അതിന് നമ്മൾ എം സിഗ്മയിന് ഒരുപാട് നന്ദികൾ പറയുന്നുണ്ട്.